സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോട്ട് തകർന്ന് ചെങ്കടലിലകപ്പെട്ട ബംഗ്ലാദേശി പൗരനെ സൗദി അതിർത്തി സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. ജോലിയുടെ ഭാഗമായി ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ പ്രക്ഷുബ്ധമായ കടലിൽ ബോട്ട് തകരുകയും ഇയാൾ കടലിലേക്ക് വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ സുരക്ഷാ സേനയുടെ കീഴിലുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം എമർജൻസി ബോട്ടുകൾ കുതിച്ചെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇയാൾ സുരക്ഷിതനാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ബോട്ടുമായി കടലിൽ ഇറങ്ങും മുമ്പ് സമുദ്ര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ജാഗ്രത പുലർത്തുകയും വേണമെന്ന് ബോർഡർ ഗാർഡ്സ് ജനറൽ ഡയറക്ടറേറ്റ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. യാത്രയ്ക്ക് മുമ്പ് സുരക്ഷ ഉറപ്പാക്കാൻ മക്ക, കിഴക്കൻ മേഖലകളിൽ 911, മറ്റ് സ്ഥലങ്ങളിൽ 994 എന്നീ എമർജൻസി നമ്പറുകളിൽ വിളിച്ച് സഹായവും മാർഗനിർദ്ദേശവും തേടാമെന്നും ഡയറക്ടറേറ്റ് ഓർമ്മപ്പെടുത്തി. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ നടക്കുന്ന സ്വദേശീവൽക്കരണം വലിയ നേട്ടമുണ്ടാക്കുന്നതായി റിപ്പോർട്ട്. ഈ വർഷത്തിലെ ആദ്യ 6 മാസത്തിനിടെ 1,53,000-ലധികം സ്വദേശികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചു. തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി 6 മാസത്തിനുള്ളിൽ 379 കോടി സഹായമായി നൽകിയതായും മാനവ വിഭവശേഷി നിധി ഡയറക്ടർ ജനറൽ തുർക്കി ബിൻ അബ്ദുള്ള അൽ ജുവൈനിയ അറിയിച്ചു. പരിശീലനം, തൊഴിൽ ശാക്തീകരണ പിന്തുണ പരിപാടികൾ എന്നിവയ്ക്കാണ് ഇത്രയും തുക നൽകിയത്. രാജ്യത്തെ എല്ലാ സുപ്രധാന മേഖലകളിലും പ്രവർത്തിക്കുന്ന 1,00,000-ഓളം സ്ഥാപനങ്ങൾ മാനവ വിഭവശേഷി നിധിയുടെ വിവിധ പരിപാടികൾക്ക് കീഴിൽ പ്രയോജനം നേടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. എല്ലാ മേഖലകളിലും രാജ്യം സാക്ഷ്യം വഹിക്കുന്ന വികസന നവോത്ഥാനത്തോടൊപ്പം ബിസിനസ് മേഖലയുടെ ആവശ്യങ്ങളിലുള്ള വികസനവും മാറ്റങ്ങളും പരിഗണിച്ച് ദേശീയ കേഡർമാരുടെ കഴിവുകൾക്കായുള്ള ഡിമാൻഡുമായി മുന്നേറാൻ ഫണ്ടിന് താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദോഫർ ഗവർണറേറ്റിലെ സലാല വിലായത്തിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഐൻ ജർസീസിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരണപ്പെട്ടു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വിഭാഗത്തിലെ മുങ്ങൽ വിദഗ്ധരാണ് വെള്ളത്തിൽ വീണയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. മരണപ്പെട്ടയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വെള്ളക്കെട്ടുകളിലും കടലിലും മറ്റും നീന്താൻ ഇറങ്ങുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുട്ടികളുടെയും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പോലീസ്, സിവിൽ ഡിഫൻസും ആവശ്യപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ നീന്തുന്നതിനെതിരെ ചില സമയങ്ങളിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇത് പാലിക്കണമെന്നും ജാഗ്രത വേണമെന്നും അധികൃതർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്ത പ്രവാസികൾക്ക് ആശ്വാസമായി വിമാന ടിക്കറ്റ് നിരക്കുകൾ കുറയുന്നു. വേനൽ അവധിക്കാല സീസൺ കഴിയുന്നതിനാൽ ഒമാൻ, കേരള സെക്ടറുകളിൽ നിരക്കുകൾ താഴുകയാണ്. ഒരു വർഷത്തേക്ക് മാത്രം 100 റിയാലിന് മുകളിൽ ടിക്കറ്റിന് ചെലവഴിക്കേണ്ടി വരുന്ന യാത്രക്കാർക്കിപ്പോൾ 32 റിയാലിന് വരെ ടിക്കറ്റുകൾ ലഭ്യമാണ്. വരും ദിവസങ്ങളിൽ നിരക്ക് വീണ്ടും കുറയുമെന്നാണ് ട്രാവൽ ഏജൻസികൾ നൽകുന്ന സൂചന. വരും ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് 32 റിയാലിന് വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിൽ ടിക്കറ്റ് ലഭ്യമാണ്. മടക്കയാത്രയിൽ 67 റിയാലിനും ടിക്കറ്റ് ലഭിക്കും. മസ്കറ്റ്, കണ്ണൂർ റൂട്ടിൽ 35 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. തിരികെയുള്ള യാത്രയ്ക്ക് 63 റിയാലും. മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 45 റിയാലിനും കൊച്ചിയിലേക്ക് 49 റിയാലിനും ടിക്കറ്റുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് നിരക്ക് കൂടുതലാണിപ്പോഴും. തിരുവനന്തപുരം മസ്കറ്റ് സെക്ടറിൽ 96 റിയാലും കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് 92 റിയാലുമാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കുകൾ. ഒമാൻ എയറിലും സലാം എയറിലുമെല്ലാം ഏറെക്കുറെ സമാനമാണ് ഓഫ് സീസൺ കാലത്തെ ടിക്കറ്റ് നിരക്കുകൾ. എന്നാൽ ഈ കാലയളവിൽ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. വരും ആഴ്ചകളിൽ നിരക്ക് ഇനിയും കുറഞ്ഞേക്കുമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു. എന്നാൽ സെപ്റ്റംബർ പകുതിയോടെ എത്തുന്ന ഓണനാളുകളിൽ നിരക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഈ വർധനവ് ഡിസംബറിലെ സീസൺ കഴിയുന്നതുവരെ തുടർന്നേക്കുമെന്നും ഏജൻസികൾ സൂചിപ്പിക്കുന്നു. ഇതിനിടെ സലാം എയർ 25 റിയാലിന് വരെ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചത് സാധാരണക്കാരായ പ്രവാസികൾക്കേറെ ആശ്വാസകരമാണ്. നിരവധി മലയാളികളാണ് ഓഫർ കാലയളവിൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരളത്തിൽ കോഴിക്കോട്ടേക്കാണ് സലാം എയർ സർവീസ് ഉള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും മഴ തുടർന്നു. ഇബ്രി, മന, ഇബ്ര, ഇസ്കി, തുംറൈത്ത് വിലായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് മഴ പെയ്തത്. ഈ മേഖലകളിൽ ഇന്നലെ രാവിലെ മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. അതേസമയം മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ താപനില കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഭാഗികമായി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്നലെ ചില പ്രദേശങ്ങളിൽ താപനില ഉയർന്നതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന താപനില മക്ഷനിലാണ് രേഖപ്പെടുത്തിയത്. 45.5 ഡിഗ്രി സെൽഷ്യസ്.
സുനൈന, ഹംറ അദ്രോ, മർമൂൽ എന്നിവിടങ്ങളിൽ 44 ഡിഗ്രിക്ക് മുകളിലായിരുന്നു താപനില. ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിലാണ് റിപ്പോർട്ട് ചെയ്തത് 21.4 ഡിഗ്രി സെൽഷ്യസ്. ഷാലൈം, ഖൈറൂൻ, ഹിർത്തി, ദൽഗൂത്ത് എന്നിവിടങ്ങളിലും താപനില 22 ഡിഗ്രിക്ക് താഴെയായിരുന്നു. പോലീസ് ചമഞ്ഞ് ആക്രമിക്കുകയും കവർച്ച നടത്തുകയും ചെയ്തയാൾ അറസ്റ്റിലായി. തെക്കൻ ബത്ന പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത്. തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും വസ്തുക്കൾ കവർച്ച നടത്തുകയുമായിരുന്നു. നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഈജിപ്ത്, ഖത്തർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ നടത്തുന്ന ശ്രമങ്ങളെ ഒമാൻ സ്വാഗതം ചെയ്തു. ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കം സംബന്ധിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവർ നൽകിയ അഭ്യർത്ഥന സ്വാഗതാർഹമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുകയും ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇത് സഹായകരമാകണമെന്നും ഒമാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓഗസ്റ്റ് 15 അടിയന്തര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ആഹ്വാനത്തോട് ഒമാൻ പ്രതികരിച്ചു. നിലവിൽ രൂപപ്പെടുത്തിയ കരാർ ഗാസയിലെ ജനങ്ങളുടെയും ബന്ദികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ദുരിതം അവസാനിപ്പിക്കും. ബന്ധപ്പെട്ട കക്ഷികൾ ഇത് ഇനിയും വൈകിപ്പിക്കില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖരീഫ് സീസൺ ആസ്വദിക്കാൻ സലാലയിലെത്തുന്നവർ വർദ്ധിച്ചതോടെ പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതും വർദ്ധിക്കുന്നു. ദിനംപ്രതി വലിയ തോതിൽ മാലിന്യങ്ങളാണ് ദോഫർ നഗരസഭ ശുചീകരണ തൊഴിലാളികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നത്. അതേസമയം മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നത് തടയാൻ വേസ്റ്റ് ബാഗുകൾ ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനി വിതരണം ചെയ്യുന്നുണ്ട്. ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്കരികിലെത്തിയും വാഹനങ്ങളിലും ബാഗുകൾ നൽകുകയാണ് അധികൃതർ. ഇത്തരത്തിൽ ലഭിക്കുന്ന ബാഗുകളിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം. പ്രകൃതി ആസ്വദിക്കാൻ വരുന്നവർ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനെതിരെ പ്രദേശവാസികൾക്കിടയിലും അമർഷമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളത് പച്ചപ്പുകളിലും വെള്ളക്കെട്ടുകളിലും ബീച്ചുകളിലുമെല്ലാം ആളുകൾ ഉപേക്ഷിച്ച് കടന്നു പോവുകയാണ്. തുടർച്ചയായി മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ ഒലിച്ചു പോവുകയും ഇവ നീക്കം ചെയ്യാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നു. വൈകിട്ടോടെ ഉയർന്ന പ്രദേശങ്ങളിലും മറ്റുമെത്തി ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം എത്തിച്ച് കഴിക്കുകയും ചെയ്യുന്നവരിൽ നിന്നാണ് വലിയ തോതിലുള്ള മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകം ഒരുക്കിയ പ്രദേശങ്ങളിലും പെട്ടികളൊന്നുമില്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. 10 ദിവസം വരെ തടവും 300 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. ദാഖിലിയ ഗവർണറേറ്റ് സംഘടിപ്പിക്കുന്ന 3ാമത് ജബൽ അക്തർ ടൂറിസം ഫെസ്റ്റിവൽ ആസ്വദിക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ മാസം 18 തുടക്കം കുറിച്ച ഫെസ്റ്റിവലിൽ ഇതിനോടകം ആയിരക്കണക്കിന് പേരാണ് എത്തിയത്. സെപ്റ്റംബർ 14 വരെ ജബൽ അക്തറിലെ ഉത്സവ നാളുകൾ തുടരും. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ ആകർഷിക്കുന്നത്. ഹൈലൈൽ യമാൻ, സിഹ്ഗത്ന പാർക്ക് എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന വേദികൾ. അനുകൂല കാലാവസ്ഥയാണ് സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. വാരാന്ത്യ അവധി ദിവസങ്ങൾ കൂടി ആയതിനാൽ വ്യത്യസ്ത വിനോദ പരിപാടികളും പ്രദർശനങ്ങളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്നലെയും ഒരുക്കിയിരുന്നു.